ഹലോ, ഇന്ന് 3 കൊറിയർ ബോക്സ് പാക്ക് ചെയ്യാനുണ്ട്. അവരെന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഇത് 2ാമത്തെ മാസമാണ്. ഇതിപ്പോൾ ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം വാങ്ങിച്ച സ്റ്റോക്സൊക്കെ എല്ലാം ഒന്നും വിറ്റ് പോയിട്ടില്ല. ഇപ്പോഴും കുറേ ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. പുതിയത് ഞാൻ പോയിട്ട് എടുത്ത് വാങ്ങിച്ചത് 2-3 ഷോപ്പിലൊക്കെ പോയി സെലക്ട് ചെയ്ത് വാങ്ങിയതാട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ വാട്സാപ്പിലും എൻ്റെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ അയച്ചപ്പോൾ അവരിഷ്ടപ്പെട്ടിട്ട് അവർ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ അവർക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് ഈ പാർസൽ. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നാളെ സെൻഡ് ചെയ്യുള്ളൂ. ഒന്നാമത് എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല, അല്ലെങ്കിൽ എനിക്ക് തല്ലി കിട്ടിയിരുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ ഒരാൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്രാവശ്യമല്ല, ഞാൻ ലാസ്റ്റ് ടൈം സ്റ്റോക്ക് വന്നപ്പോൾ അധികം എല്ലാവരും ഈ കുട്ടികളുടെ ബാംഗിൾസാണ് ചോദിക്കുന്നത്. ചെറിയ കുട്ടികളുടെ ഘടകം ആൻറ്റി ടാർണിഷിൻ്റെയാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇപ്പോൾ ഓണായതുകൊണ്ട് കുറച്ചൊരു ട്രഡീഷണൽ ഐറ്റംസും എടുത്തിട്ടുണ്ട്. എല്ലാ പാറ്റേണും ഓരോന്നേ ഉള്ളൂ എൻ്റെ അടുത്ത്. ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ വരികയാണെങ്കിൽ കുറേയൊക്കെ വാങ്ങിച്ച് വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബാംഗിളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതാട്ടോ, നോക്കൂ, കാരണം നല്ല രസമാണ്. ഒരു 4 to 9 ഇയേഴ്സ് വരെയൊക്കെ പാകമാവും. കാരണം എൻ്റെ മോൻ ഇപ്പോൾ 9 ഇയേഴ്സായി, അവനിത് പാകമാണ്. എനിക്കിപ്പോഴും എൻ്റെ റിലേറ്റീവ്സ്, ഞാനിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിരുന്നു. ഓരോരുത്തരിങ്ങനെ ജ്വല്ലറി സെയിൽ ചെയ്യണ വീഡിയോസ്. ആര് വാങ്ങിച്ചാലും നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എന്തായാലും വാങ്ങിക്കില്ല. അവർ പുറത്ത് പോയി വാങ്ങിക്കുക, എന്നാലും നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കൂടുതൽ എൻ്റെ റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സും മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഫ്രണ്ട്സ് പോരാത്തതിന് അവർ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തതാണ്. എന്നാലും ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല വിചാരിച്ചിട്ട് എന്നോട് പാവം തോന്നിയിട്ടാണോ അറിയില്ല, എൻ്റെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. വെറുതെങ്കിലും 1-2 ഒറ്റ വാങ്ങിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ആളുടെ കേട്ടോ, അവളുടെ മാരേജാണ്. അപ്പോൾ അവൾ സെലക്ട് ചെയ്ത ഇയറിങ് ആട്ടത്. നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഇയറിങ്, നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. ഇത് ഫസ്റ്റ് ടൈം അവൾ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ ഇത് അവൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും. കാരണം എൻ്റെ അടുത്ത് അവൾ ബാംഗിൾസാണ് പറഞ്ഞിരുന്നത്. ബാംഗിൾസും പിന്നെ അവരിങ്ങനെ വിരുന്നിനൊക്കെ ഇടാൻ പറ്റുന്ന ചെയിനും ഇയറിങ്ങും. പക്ഷെ ഇത് കണ്ടപ്പോൾ അവൾ ഇത് വേണമെന്ന് പറഞ്ഞു. ഇതെന്തായാലും വേണമെന്ന് പറഞ്ഞു. ഒന്ന് ഇതുമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ട്രഡീഷണൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ ഈ സെറ്റ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ തുടങ്ങട്ടെ എന്നിട്ടൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. അതേമാതിരി എൻ്റെ പാക്കിംഗ് ഒന്നും അങ്ങനെ എസ്തറ്റിക് ഒന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ ബബിൾ റാപ്പ് ചെയ്യും സാധനം. ഇതാ ഇങ്ങനെ ഇത് കവർ ചെയ്തിട്ട് അതിങ്ങനെ ബബിൾ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ബോക്സിൽ വെക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഭാവിയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ മാറ്റാം, കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഇയറിങ്സിന് 1100 വരെ ഉണ്ട് കേട്ടോ, ആ ഇയറിങ്സിന് മാത്രം. ബാക്കിയുള്ള ഇയറിങ്സൊന്നും അങ്ങനെയില്ല. ബാക്കി വെച്ചാൽ ഞാൻ ആകെ 5 ഇയറിങ്സ് വാങ്ങിച്ചത്, ട്രഡീഷണൽ മാറ്റത്തെ ജുംക്കാസ്. അപ്പോൾ അതിൽ ഇത് മാത്രമേ ഉള്ളൂ 1100. ബാക്കിയൊക്കെ ഒരു 600, പിന്നെ ഒന്ന് 315 അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. അത് കുറച്ചേ ഉള്ളൂ, അതിപ്പോൾ കാണിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബാംഗിൾസ് ഞാൻ ഫോട്ടോ ഇട്ടപ്പോൾ 2 ഒരുമിച്ച് ഇട്ടത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നു 2 400 റുപ്പീസ്, നല്ല സിംഗിൾ പീസിനാണ് 400 കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചത് 2 അപ്പോൾ ഞാൻ പറഞ്ഞല്ല, സിംഗിൾ പീസിനാണ് 400. ഞാൻ മാക്സിമം അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ടൊന്നല്ല റേറ്റ് ഇടുന്നത്. ഞാനിങ്ങനെ ആമസോണിൽ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനേക്കാളൊക്കെ കുറച്ചാണ് ഇടുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്കാണ് 2 ആൾക്കാർ കേട്ടോ. അവർ ഓർഡർ ചെയ്തത് എൻ്റെ അങ്കിളാണ്. അവരൊക്കെ ഒരുമിച്ച് ഒരേ സ്ഥലത്താണ്, അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഒരേ പാക്കിങ്ങിൽ അങ്കിൾ ഓർഡർ ചെയ്തതാണ് ഈ കൊറിയൻ ടൈപ്പ്. ഇത് ആൻറ്റി ടാർണിഷ് ഒന്നല്ല കേട്ടോ, കൊറിയൻ ടൈപ്പ് ഇയറിങ്സ് ബട്ടർഫ്ലൈ, നല്ല ബ്യൂട്ടിഫുൾ കേട്ടോ. അടുത്തത് ആൻറ്റി ടാർണിഷിൻ്റെ ഹാങ് ഫ്ലവർ. പിന്നെ ആ കസിൻ സിസ്റ്റർ ഒരു
എനിക്കെന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഈ ചേച്ചി എൻ്റെ അടുത്ത് നിന്ന് ഒരു ഇയറിങ്സ് വാങ്ങിയിരുന്നു, ഒരു ലീഫിൻ്റെ. അത് എൻ്റെ പ്രൊഫൈലിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് ആൻറ്റി ടാർണിഷാണ് കേട്ടോ ഹാങ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വില കൂടുതലാണ്. ആൻറ്റി ടാർണിഷിന് ഒരു 300, ഇയറിങ്സിനൊക്കെ 300 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഫോട്ടോയിൽ കണ്ടതിനേക്കാളും നല്ല ഭംഗിയുണ്ട് അടുത്ത് കിട്ടിയപ്പോൾ, കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞു ഇത് ഒരു സ്റ്റഡ്, ഇത് സാധാ സ്റ്റഡ് ആയിട്ട് ഇതിന് 30 റുപ്പീസൊക്കെ വരുന്നുള്ളൂ, 50 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. പിന്നെ അവർ ആംഗ്ലെറ്റ്, ഈ സ്നേക്ക് ചെയിനുള്ള ആംഗ്ലെറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്താണ് ഞാൻ അത്. പക്ഷേ ഇത് എടുത്ത് വന്ന് നോക്കുമ്പോൾ ഇതിന് 190 റുപ്പീസ് ഉള്ളൂ. അപ്പോൾ എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല. ആൻറ്റി ടാർണിഷ് എഴുതിയിട്ടുണ്ട്, പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല. ആ ടാഗൊന്നും ബാക്കിലില്ല, അതുകൊണ്ടാണ് ഇതിന് പൈസ കുറവ്. അപ്പോൾ അവരിങ്ങനെ കാരണം അവർക്ക് ഇങ്ങനെ റെഗുലറായിട്ട് ഇടാനാണ്. അപ്പോൾ കളർ പോവോ അങ്ങനത്തെ ഒരു സംശയമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ഇനി നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങിക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്നേക്ക് ചെയിൻ്റെ ഒരുപാട് ബ്രേസ്ലെറ്റും ചെയിനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. വള വാങ്ങിച്ചിരിക്കുന്ന കുട്ടികളുടെ കേട്ടോ, കുട്ടീൻ്റെ വള നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ഞാൻ ആകെ 2 എണ്ണേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാരണം ഈ ഒന്ന് ഈ ബട്ടർഫ്ലൈയും ഒന്ന് ഫ്ലവറാണ് ഉള്ളത്. അപ്പോൾ 2 ബാംഗിൾസേ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല എല്ലാം ഞാൻ ഓരോന്നായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഈ ബാംഗിളാണ് അവർ ഓർഡർ ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അഡ്ജസ്റ്റബിളാണ്, നല്ല രസമുണ്ട്. പിന്നെ ആൻറ്റി ടാർണിഷിൻ്റെ സ്റ്റഡ് 150 റുപ്പീസിനാട്ടോ ഞാൻ കൊടുക്കുന്നത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഈ സ്റ്റഡ് ഇനി ഒരു 3 ടൈപ്പ് ഡിസൈൻ ഉണ്ട്. ഒന്ന് ബട്ടർഫ്ലൈ, പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റോൺ ഇങ്ങനെ അത്ര, പിന്നെ ഒന്ന് ഒരു ഹാർട്ട് ഷേപ്പ്, ഇതേപോലെ 2 ഹാർട്ട് വരുന്നത്. ശരി, അപ്പോൾ ഈ ജ്വല്ലറി കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടും. ഞാൻ പുതിയത് ഇനി ഇടും, ഇനി അപ്ലോഡ് ചെയ്യും കുറേ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യും. ഇതുവരെ എൻ്റെ 70 ഫോളോവേഴ്സ്, 60 or 70 ഫോളോവേഴ്സേ ഉള്ളൂ. ഒക്കെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സാണ്. അറിയാത്ത ഒരു ആളും എന്നെ ഫോളോ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അതിന് സങ്കടം എനിക്ക് വല്ലാതെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എൻ്റെ കളക്ഷൻസ് അറ്റ്ലീസ്റ്റ് കാണണം, വാങ്ങിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യൂ. ബൈ.